ഇത്രയും ദിവസം കോൺഗ്രസിന് എന്തുകൊണ്ട് അയാൾക്കെതിരെ കർക്കശ നടപടി എടുക്കാൻ കഴിയുന്നില്ല, കോൺഗ്രസിൻ്റെ സൈബർ പട അയാളെ ന്യായീകരിക്കാനുള്ള ഒരു കൂട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിമർശിച്ചുകൊണ്ടേയിരുന്നല്ലോ. ആ വിമർശനത്തിൻ്റെ മാത്രം സന്ദർഭമല്ല ഇത്. കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. കോൺഗ്രസ് ഒരു വളരെ ശക്തമായ നടപടി അവരുടെ സമീപകാലത്തെ ഏറ്റവും പ്രധാനിയായ ഒരു നേതാവിനെതിരെ സ്വീകരിച്ചിരിക്കുന്നു എന്നത് പ്രതീക്ഷാ നിർഭരമാണ്. പൊതുവേ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന എന്താണ്, ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ആ നേതാക്കളെ ഡിഫെൻഡ് ചെയ്യാനോ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ആഭ്യന്തര അന്വേഷണം മാത്രം നടത്തി അവ അവസാനിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നു, ചില സ്ക്രീൻഷോട്ടുകൾ മാത്രം പുറത്തു വരുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന്, വന്നിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല എന്നോർക്കണം, സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി നിർത്താൻ തീരുമാനിക്കുന്നു. കോൺഗ്രസിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അഭിമാനകരമായിട്ടുള്ള പോരാട്ടം പാലക്കാട് നടത്തി അവർ വിജയിപ്പിച്ച ഒരു MLA യോടാണ് അവർ ആ സമീപനം സ്വീകരിക്കുന്നത് കാണണം. അതിനുശേഷം ഒരു പരാതി ഒഫീഷ്യലി വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ജാമ്യമില്ല എന്ന് കോടതിയിൽ നിന്ന് തീർത്തു പറയുന്ന ഘട്ടത്തിൽ മാറ്റി നിർത്താനുള്ള തീരുമാനം എടുത്തത് നല്ല കാര്യമായിട്ട് തന്നെ കാണണം. അതിന് നമ്മൾ ഇത്രയും ദിവസം കോൺഗ്രസിന് എന്തുകൊണ്ട് അയാൾക്കെതിരെ കർക്കശ നടപടി എടുക്കാൻ കഴിയുന്നില്ല, കോൺഗ്രസിൻ്റെ സൈബർ പട അയാളെ ന്യായീകരിക്കാനുള്ള ഒരു കൂട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിമർശിച്ചുകൊണ്ടേയിരുന്നല്ലോ. ആ വിമർശനത്തിൻ്റെ മാത്രം സന്ദർഭമല്ല ഇത്. കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഇരകളാക്കപ്പെട്ട ആൾക്കാർ പെൺകുട്ടികളാണ്, സ്ത്രീകളാണ്. അവരുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ പരാതിയെയും അവരുന്നയിക്കുന്ന കൺസേൺ, അതിനെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് മാനിക്കുന്നത് ശുഭകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിമർശിക്കാൻ പിന്നെയും കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഷഹനാസ് പറഞ്ഞതുപോലെ ഞാൻ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നത് കണ്ടില്ല, നേരിട്ട് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ തയ്യാറായില്ല. ആ വിമർശനങ്ങളൊക്കെ സാധ്യത അവിടെ നിൽക്കെ തന്നെയും എടുക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമത്തിൽ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നത് മാത്രമല്ല, ഇന്നിപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ അയാൾക്ക് ഇനി ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനേ കഴിയില്ല എന്നാണ്. ഇത്രയും മോശം സ്വഭാവമുള്ള ഒരാളെ ഇനി ഈ പാർട്ടിക്ക് എൻ്റർടൈൻ ചെയ്യാൻ കഴിയില്ലെന്ന്, അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ അധ്യായം അടച്ചു. ഇനിയും അതിൻ്റെ പിന്നാലെ പോയി കോൺഗ്രസിനെ ആക്രമിക്കുന്നതിന് ഒരു യുക്തി പ്രശ്നമുണ്ടോ എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ അയാൾക്കെതിരെ വരുന്ന കേസോ അയാളെ ഓടിച്ചിട്ട് പിടിക്കുന്നതോ അയാളെ ജയിലിൽ അടയ്ക്കുന്നതോ അതൊക്കെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം കാര്യമാണ്. അതിനെ എടുക്കേണ്ട, അതിനെ ചുമന്ന് നടക്കേണ്ടതിൻ്റെ ഭാരം വഹിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല.